ഉത്രാടം നക്ഷത്രം 2026 ജൂൺ 2 മുതൽ വ്യാഴം ഇവർക്ക് 7-ലും, ശനി 3-ലും, രാഹു 2-ലും, കേതു 8-ലും ആകയാൽ വർഷമാദ്യം കുറേയേറെ ദോഷാധിക്യം ഉണ്ടാകാമെങ്കിലും വർഷമധ്യത്തോടുകൂടി അതിനൊക്കെ ഒരു മാറ്റം വന്നു ചേരുന്നതാണ്. വ്യാഴമാറ്റം അതിമനോഹരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായ വളർച്ച നിങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ ആ ഇൻകം വരുമാനം വർദ്ധിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് പല തലത്തിലൂടെ പുതിയ ഒരു വരുമാനമല്ല 2-3 വരുമാനമൊക്കെ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർ, ജസ്റ്റ് മാരീഡ് കപ്പിൾസ്, ഇപ്പം തന്നെ വിവാഹം കഴിഞ്ഞവർ ധാരാളം എൻജോയ് ചെയ്യുന്നൊരു വർഷമാണ് ഈ 2026. പിന്നീട് കുറേയേറെ അവസാനത്തോടുകൂടി പിന്നെ നിങ്ങളുടെ ലൈഫിൽ വല്ല പ്രശ്നങ്ങളൊക്കെ വന്നു ഭവിക്കാം. എങ്കിലും നിങ്ങളുടെ ആത്മബലം കൊണ്ട് അതിനെയൊക്കെ നേരിടാൻ സാധിക്കുന്നതാണ്. വർഷാവസാനം വ്യക്തി ജീവിതത്തിലും കർമ്മരംഗത്തും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ധാരാളം തടസ്സങ്ങളും അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരാം. അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള മനോബലം നിങ്ങൾ വീണ്ടെടുക്കുക. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തുഴയുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ ഈശ്വരവിശ്വാസം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നല്ലതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കുക. ശനി 3-ൽ ഗോചരം ചെയ്യുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതാണ്. 2-ലും കേതു 8-ലും, രാഹു 2-ലും കേതു 8-ലും ആകയാൽ കുറച്ച് ദോഷാധിക്യം കൂടിയിരിക്കുന്ന വർഷമാണ്. ആരോഗ്യകാര്യത്തിലും അതുപോലെ തന്നെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളുള്ളവരൊക്കെ ചികിത്സകളൊന്നും കുറച്ചുകൂടെ ശക്തമാക്കുകയും നല്ല രീതിയിൽ റെസ്റ്റൊക്കെ എടുക്കുകയും ആയുർവേദ ചികിത്സകളൊക്കെ ഫലവത്താക്കുക, ഈശ്വരാരാധനകളും പ്രാർത്ഥനകളും ഒക്കെ സ്വന്തമാക്കി ചെയ്യുന്നതും അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നതും ഒക്കെ നിങ്ങളുടെ ഈ രാഹുവിൻ്റെ മാറ്റം നല്ലതായിട്ട് ഉത്തമമായിട്ട് വരുന്നതിന് നന്നായിരിക്കും.